ഹൈന്ദവ ജനത തൂങ്ങി മരിക്കുന്നതും ആത്മഹത്യ ചെയ്യുന്നതും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഒന്ന്, റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ആക്സിഡൻ്റ് ഉണ്ടാകുമ്പോൾ എത്ര പേര് മരിച്ചു എന്ന് നമുക്കറിയാം. ആ മരിച്ച ആളുകളെ സംരക്ഷിക്കാൻ നമ്മുടെ സർക്കാരുകൾ ഒരുപാട് ഫണ്ട് മുടക്കിയിട്ട് അവരെ പ്രബോധിപ്പിക്കാറുണ്ട്, ഉദ്ബോധിപ്പിക്കാറുണ്ട്. പക്ഷേ ഹൈന്ദവ ജനതയുടെ ഏറ്റവും കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ, ഏറ്റവും കൂടുതൽ ആളുകൾ തെരുവ് തെണ്ടുകയാകുന്നുണ്ടെങ്കിൽ, ഏറ്റവും കൂടുതൽ ആളുകൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാകുന്നുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാനുള്ള ബാധ്യത ആർക്കാണ്? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കോ ഏതെങ്കിലും സംഘടനകൾക്കോ ഹിന്ദു സംഘടനകൾക്കോ തലയിൽ വെച്ച് കൊടുത്തുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൈകഴുകുന്നു എന്ന് എനിക്ക് പറയാൻ മടിയില്ല. അങ്ങനെയുള്ള അവസ്ഥകൾ നല്ലൊരു നാളേക്ക് ശുഭകരമല്ല. നല്ലൊരു നാളേക്ക് നമ്മുടെ മതേതരത്വത്തെ, നമ്മുടെ മനുഷ്യത്വത്തെ, നമ്മുടെ മനുഷ്യൻ്റെ ബുദ്ധിയെ, ശക്തിയെ എല്ലാം വിഭജിച്ച് പിച്ച് ചീറുമെന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് തന്നെ അതിനെ എതിർക്കുന്ന രീതിയിലേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ടാകും. തീർച്ചയായും ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഞാൻ പറഞ്ഞാൽ കൂടുതൽ ബുദ്ധിമുട്ടാകണ്ട എന്നുള്ളത് കൊണ്ടും. പക്ഷേ അടുത്ത വർഷം ഇവിടെ ശിവരാത്രി മണപ്പുറത്ത് നടക്കുകയാണെങ്കിൽ എൻ്റെ സഹോദരി സഹോദരന്മാരെ, രാഷ്ട്രീയക്കാരെ, നിങ്ങളെല്ലാവരും തീർച്ചയായും ഈ ഉത്സവത്തെ മഹോത്സവമാക്കി മാറ്റണം. ഒരു 10-20-30 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ വളരെ ശക്തിമായി കുംഭമേള എന്ന് പറയുന്ന ഇന്ന് തിരുനാവായിൽ നടന്നെങ്കിൽ അടുത്ത വർഷം കാലടിയിലും അത് നടത്താൻ ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ, ഇവിടെ ഇരിക്കുന്നവർ, MP MLA കൂടി കാണിച്ചു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവരിയ്ക്കുമ്പോൾ പറയണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ അവരുടെ പ്രതിനിധികളും അവരുടെ സഹപ്രവർത്തകരും ഇവിടെയുണ്ട്. പഞ്ചായത്ത് പ്രസിഡൻ്റ് ഉണ്ട്. ഇത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം. എന്താ പറയുക, ടൂറിസമായിട്ട് ഉപയോഗിക്കാൻ കഴിയും, ആത്മീയ ടൂറിസമായിട്ട് ഉപയോഗിക്കാൻ കഴിയും, ഡോക്ടറുണ്ട്, ആയുർവേദ ടൂറിസമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ ഇവിടെ വരുന്ന ഇതിനെ മാറ്റിമറിക്കാൻ ചില പഠനങ്ങളും കാര്യങ്ങളും എടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ അടുത്ത വർഷം 3 ദിവസം ഇവിടെ ആഘോഷിക്കണം. 3 ദിവസം ഗംഗ ആരതി ഇവിടെ കൊണ്ടുവരണം. ഈ നാട്ടിലെ പാവപ്പെട്ട ഹൈന്ദവന് ഗുജറാത്തിലോ അല്ലെങ്കിൽ എന്താ പറയുക പ്രയാഗ്രാജിലോ പോയി ആരതി കാണാൻ പറ്റില്ല, കാശിയിൽ പോയി ആരതി കാണാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ കാലടിയിൽ അത് സാധിക്കുമെങ്കിൽ വീട്ടിലിരിക്കുന്ന, നടന്നു വരാൻ പറ്റുന്ന, വടികുത്തിപ്പിടിച്ച് വരാൻ കഴിയുന്ന നമ്മുടെ ഹൈന്ദവ സഹോദരന്മാർക്കും മറ്റുള്ളവർക്കും കാണാനുള്ള ഒരു അവസരം സൃഷ്ടിക്കുവാൻ ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ തയ്യാറാകണം എന്ന് പറഞ്ഞുകൊണ്ടും അതിനുള്ള ഒരു പ്രചോദനം ഇവിടെ നിന്നുണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ടും നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിനെ ഇത്രയും പരിലാളിതമായി സമൂഹത്തിൻ്റെ മുന്നിൽ കാഴ്ചവെക്കാൻ ലോക സമസ്ത സുഖിനോ ഭവന്തുവെന്നും ലോകത്തിലെ സർവ്വചരാചരങ്ങൾക്കും സുഖം ഭവിക്കാൻ പ്രാർത്ഥിക്കുന്ന, പൂജിക്കുന്ന, ആരാധിക്കുന്ന ഈ സംസ്കാരത്തെ വെറുതെ വർഗീയവാദം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വർഗീയവാദം കാണിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ നേരെ പോയിക്കൊണ്ട് ഹൈന്ദവ സമാജത്തിനെതിരെ വരാതെ ഇരിക്കാനുള്ള ശ്രദ്ധയും ശേഷിയും കാണിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ടും വരാനിരിക്കുന്ന നല്ല നാളുകൾക്ക് മതത്തിൻ്റെ സൗഹാർദ്ദതയിൽ ഏറ്റവും കൂടുതൽ ലോകത്തിന് മാതൃക കാണിച്ച ഒരു സ്ഥലത്ത് നിന്നാണ് ഞാൻ വരുന്നത്. കോട്ടയിൽ കോവിലകം കേട്ടിട്ടുണ്ടാവും. മാനവ മൈത്രിയുടെ കേദാരമാണ്. ലോകത്തിലെ 4 മതസ്ഥർ, ജ്യൂസ്, ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു ദേവാലയങ്ങൾ എയർ ഡിസ്റ്റൻസിൽ 50 മീറ്റർ ചുറ്റളവിനുള്ളിൽ 250 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് സ്വീകരിക്കുവാനും കിടത്തിയുറക്കാനും സെമിത്തേരി കെട്ടാനും വിവാഹം കഴിച്ചു